കാറ്റിലും പനിനീർപ്പൂമണം നീന്തിയുഴലും ഓരോ പുഴയിലും തെളിനീർക്കണം തിരയുന്നോരോ കാറ്റിലും. എഴുത്തുകാരിയും കവയിത്രിയും സാമൂഹ്യ പ്രവർത്തകയും ചിത്രകാരിയുമായ ആശ കിഷോറാണ് ഇന്ന് സ്ത്രീശക്തിയിൽ അതിഥി. എൻ്റെ വീട് ഞാൻ ജനിച്ചു വളർന്നത് കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ്. അച്ഛൻ VSSCയിലായിരുന്നു ജോലി, അമ്മ കോടതിയിലായിരുന്നു. എനിക്കൊരു സഹോദരനുണ്ട്, അദ്ദേഹം ബാങ്കിൽ മാനേജറായിരുന്നു. കോളേജ് വിദ്യാഭ്യാസവും സ്കൂൾ വിദ്യാഭ്യാസവും എല്ലാം കാട്ടാക്കട തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ആറയൂരെത്തി. ആറയൂരാണ് ഹസ്ബൻഡിൻ്റെ വീട്. ഹസ്ബൻഡിൻ്റെ പേര് കിഷോർ കുമാർ. 2 കുഞ്ഞുങ്ങൾ, മോള് അർഷ കിഷോർ, മോൻ അമൽ കിഷോർ. സ്കൂളിൽ പഠിക്കുമ്പോൾ എഴുതുമായിരുന്നു, ചെറുതായിട്ട് ചെറിയ കവിതകൾ എഴുതുമായിരുന്നു, കുട്ടി കവിതകൾ. സ്കൂളിൽ നമ്മുടെ പാഠപുസ്തകത്തിലുള്ള കവിതകൾ കണ്ടിട്ട് അതിനെ ഒന്ന് ചെറുതായിട്ടൊക്കെ നോക്കിയിട്ട് ചെമ്പരത്തിപ്പൂവ്, പൂമ്പാറ്റ ഇതിനെയൊക്കെ കുറിച്ച് അങ്ങനെ എഴുതുമായിരുന്നു. അത് കഴിഞ്ഞ് കോളേജിലേക്ക് എത്തിയപ്പോൾ മാഗസീനിൽ എഴുതി തുടങ്ങി. 1-2-3 കവിതകളും കഥകളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അച്ഛൻ്റെ നാടായിരുന്നു ഞങ്ങൾക്ക് പ്രചോദനമായിരുന്നത്. അച്ഛൻ്റെ നാട് നെയ്യാറ്റിൻകരയാണ്. അവിടെ ഞങ്ങൾ അവധിക്കാലത്ത് പോകുമ്പോൾ, അവിടെ കുട്ടികളായിരിക്കുന്ന സമയത്ത് കുളിക്കാൻ പോകുമ്പോൾ നിറയെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അവിടുന്ന് നിറയെ കായകളൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ കളിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് കുളിക്കാൻ പോകുന്നത്. നദിയിലൊക്കെ പോയി കുളിച്ച് വന്നിട്ട് അവിടെ അപ്പൂപ്പൻ്റെ അടുത്തിരുന്ന് കഥകൾ കേൾക്കുമായിരുന്നു. അപ്പൂപ്പനായിരുന്നു ഏറ്റവും കൂടുതൽ കഥകളും കവിതകളും പറഞ്ഞു തന്നിരുന്നത്. അപ്പൂപ്പൻ നാടൻപാട്ട് കലാകാരനായിരുന്നു. ധാരാളം പാട്ടുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. പ്രാസ ഒപ്പിച്ചൊക്കെ പാടുന്ന കേൾക്കുമ്പോൾ അത് വീണ്ടും അപ്പൂപ്പനെ കൊണ്ട് ചൊല്ലിച്ച് അപ്പൂപ്പൻ ചിലപ്പോൾ വഴക്ക് പറയും. കാരണം അപ്പൂപ്പന് 90 വയസ്സ് കൂടുതലുണ്ടായിരുന്നു ആ സമയത്ത്. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അപ്പൂപ്പന് നല്ല പ്രായം ഉണ്ടായിരുന്നു. അപ്പൂപ്പനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും പ്രാസ ഒപ്പിച്ച് പാടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിരവധി കവിതകൾ അപ്പൂപ്പൻ പറഞ്ഞു തരുമായിരുന്നു. അത് കഴിഞ്ഞ് അമ്മമ്മ നല്ലൊരു കുക്കുമായിരുന്നു. ഇഷ്ടംപോലെ ഫുഡുകളും ഉണ്ടാക്കി ഞങ്ങൾക്ക് നല്ലോണം കറികളൊക്കെ വെച്ച്. നെയ്യാറ്റിൻകര പോകുമ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. കാട്ടാക്കടയിൽ നിന്ന് ഞങ്ങൾ നെയ്യാറ്റിൻകര പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. മാമൻ്റെ മക്കളും കൊച്ചിച്ചൻ്റെ മക്കളും ഒക്കെ ആയിട്ട് വളരെയധികം സന്തോഷമായിട്ട് കഴിഞ്ഞു. അതെല്ലാം കേട്ടാണ് എഴുതാനായിട്ടൊരു പ്രചോദനമായത്. എഴുതി ആദ്യം സൂക്ഷിച്ചിരുന്നു. ബ്രദർ നന്നായിട്ട് എഴുതുമായിരുന്നു, ചെറിയ ചെറിയ കവിതകൾ എഴുതുമായിരുന്നു. അത് വായിക്കാൻ തരും. പിന്നെ ധാരാളം ബാലരമ, അമർചിത്ര കഥകൾ, പൂമ്പാറ്റ ധാരാളം വരുത്തി ഞങ്ങൾ വായിച്ച് അതിലെ കഥകൾ കേട്ടിട്ട് എനിക്ക് നല്ല പ്രചോദനം കിട്ടിയിരുന്നു. അങ്ങനെയാണ് കൊച്ചു കൊച്ചു കഥകളും കൂടെ എഴുതാനായിട്ട് ഒരു താല്പര്യം വന്നത്. ആദ്യമായിട്ട് ബ്രദറിനെ കാണിച്ചു. അപ്പോൾ എനിക്ക് വഴക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അക്ഷരത്തെറ്റുകൾ വരുമ്പോൾ ബ്രദർ അതെനിക്ക് തിരുത്തി തരുമായിരുന്നു. സ്കൂൾ കലോത്സവത്തിൽ പദ്യം ചൊല്ലലിന് വേണ്ടിയിട്ട് ബ്രദർ എന്നെ ധാരാളം പദ്യങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. അതിൽ ചെമ്മനം ചാക്കയുടെ കവിതകൾ ധാരാളം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് പദ്യം ചൊല്ലൽ. പിന്നെ ഒത്തിരി നിരവധി സമ്മാനങ്ങൾ എനിക്ക് സ്കൂൾ കലോത്സവത്തിൽ കിട്ടിയിട്ടുണ്ട്, മലയാള റെസിറ്റേഷന്. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമെല്ലാം ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ കവിത ചൊല്ലലും എഴുത്തും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ വളർന്നു. കോളേജ് വിദ്യാഭ്യാസം ആ കാലഘട്ടത്തിൽ മാഗസീനിൽ എഴുതി തുടങ്ങി. കുറച്ച് 1-2-3 കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്, കഥകൾ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി. കിഷോർ കുമാർ എന്നാണ് പേര്. അദ്ദേഹം മലയാളം MA മലയാളമാണ്. അദ്ദേഹത്തിനും എഴുത്തിനോടും വായനയോടുമൊക്കെ താല്പര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിരവധി പുസ്തകങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരുടെ വീട്ടിലെത്തിയപ്പോഴും എനിക്ക് വായിക്കാനായിട്ട് ധാരാളം പുസ്തകങ്ങളുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ അമ്മ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനെ പിന്നെ എൻ്റെ കുഞ്ഞ് മൂത്തയാൾ ജനിച്ചപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി കഥകളൊക്കെ ഞാൻ എഴുതുമായിരുന്നു. കൊച്ചു കൊച്ചു കഥകളൊക്കെ വെറുതെ കേട്ട കഥകളെയൊക്കെ തിരുത്തി വേറെ രീതിയിലാക്കിയിട്ട് കഥകളും കവിതകളും ഇങ്ങനെ എഴുതുമായിരുന്നു. കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു മോൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇതൊക്കെ നിനക്ക് എഴുതി വെച്ചുകൂടെ എന്ന് ഹസ്ബൻഡിൻ്റെ അമ്മ ചോദിച്ചു. അങ്ങനെ വീണ്ടും പേപ്പറിലോട്ട് എഴുതാൻ തുടങ്ങി.
അങ്ങനെയാണ് വീണ്ടും എഴുത്തിലേക്ക് വരുന്നത്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അതൊക്കെ അങ്ങ് നിന്നു. പിന്നെ ഹസ്ബൻഡ് ട്രാൻസ്ഫർ ആയപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്നു. അവിടെ വന്ന് പിള്ളേരുടെ വിദ്യാഭ്യാസം, അപ്പോഴത്തേക്ക് ക്രാഫ്റ്റിൻ്റെ മേഖലയിലോട്ട് പോയി. വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ധാരാളം പൂക്കളും പല കരകൗശല വസ്തുക്കളും ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. മക്കളെ സ്കൂളിൽ ചേർത്തപ്പോൾ അവർക്ക് എക്സിബിഷൻ മോഡൽസ് ചെയ്യണമായിരുന്നു. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ എക്സിബിഷൻ മോഡൽസ് ഉണ്ടാക്കി തുടങ്ങുന്നത്. അപ്പോൾ അവർക്കതിൽ നല്ല എ ഗ്രേഡൊക്കെ കിട്ടിയപ്പോൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ അമ്മമാർ എന്നെ വിളിച്ചു. അങ്ങനെ അന്ന് മുതൽ എക്സിബിഷൻ മോഡൽസും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ചിത്രരചനയും കവിതകളും ചെറുതായിട്ടൊക്കെ എഴുതും. നല്ലത് വലുതായിട്ടൊന്നും എഴുതിയിട്ടില്ല. ഇതിലൊക്കെ പേപ്പറിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു. പിന്നീട് കൊറോണ ടൈം വന്നപ്പോഴാണ് അത് വീണ്ടും എനിക്ക് എഴുതാനായിട്ട് കഴിഞ്ഞത്. വേസ്റ്റ് മെറ്റീരിയൽ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്തിയെടുക്കാം. ഞങ്ങൾ ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചിരുന്നത്. നമുക്ക് എല്ലാ വേസ്റ്റും കൊടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പോൾ ഈ വേസ്റ്റെല്ലാം എങ്ങനെ റീയൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ തുടങ്ങിയത്. ഒന്നും പഠിച്ചിട്ടില്ല. മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും ഒരു കുപ്പി എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ചെറിയൊരു ഗ്ലാസ് എടുക്കുമ്പോഴോ അതിൽ എന്തെങ്കിലും എനിക്ക് തോന്നും. അങ്ങനെയാണ് ഞാനതിൽ പൂക്കൾ പല ചിലപ്പോൾ മുട്ടത്തോട് കിട്ടും. അപ്പോൾ അതിൽ നിന്നും ഞാൻ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാറുണ്ട്. ക്വാർട്ടേഴ്സിലായിരുന്നു താമസമെന്ന് പറഞ്ഞു. ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് ധാരാളം മീൻ വാങ്ങും. മീനിൻ്റെ വേസ്റ്റ് കൊണ്ട് കളയാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞണ്ടൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ തോടൊക്കെ കളയാനായിട്ട്. ഞണ്ടിൻ്റെ തോട്, കാല് ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ധാരാളം ക്രാഫ്റ്റ് ചെയ്യുമായിരുന്നു. അതുപോലെ നമ്മുടെ ചെമ്മീനിൻ്റെ തല, പിന്നെ മീനിൻ്റെ ചെതുമ്പൽ, വലിയ മീനിൻ്റെ ചെതുമ്പലൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെ റോസാപ്പൂവൊക്കെ ആക്കി മാറ്റുമായിരുന്നു. വികാസ് ഭവനിലാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് താമസിക്കാനായിട്ട് 2001 ഹസ്ബൻഡ് ഒപ്പം വികാസ് ഭവൻ പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കാൻ വന്നു. അവിടെ വന്നപ്പോൾ അവിടെ 100-200ഓളം കുടുംബങ്ങളുണ്ട്. അവിടെ ഉള്ള എല്ലാവരുമായിട്ട് വളരെ സൗഹൃദത്തിലായിരുന്നു. ആ സമയത്താണ് ഓഖി വരുന്ന സമയം. അപ്പോൾ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, കുറച്ച് ഫുഡൊക്കെ അറേഞ്ച് ചെയ്യാമോ എന്ന് ചോദിച്ചു. അന്നത്തെ സെക്രട്ടറി സുർസൻ സാറായിരുന്നു. ആ സുർസൻ സാറിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് എല്ലാ അംഗങ്ങളോടും ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് ഞങ്ങളെ കൊണ്ടെത്തിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പ്രളയം വരുന്നത്. പ്രളയ സമയത്തും ധാരാളം വസ്ത്രങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഒത്തിരി പ്ലെയിൻ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. പ്ലെയിൻ മെറ്റീരിയൽസ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് തയ്ക്കാൻ അറിയാവുന്നവരുടെ കയ്യിൽ കൊടുത്ത് ധാരാളം ഡ്രസ്സുകളാക്കിയിട്ട് ഞങ്ങളത് പാക്ക് ചെയ്ത് അയച്ചു കൊടുത്തു. അങ്ങനെ പ്രളയ സമയത്ത് ഞങ്ങൾക്ക് കുറേ പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് വഴുതക്കാട് IPS ക്വാർട്ടേഴ്സിൽ വരുമ്പോഴാണ് കൊറോണ ആരംഭിച്ചത്. ആ സമയത്തും കയ്യിലിരുന്ന തുണി വെച്ചിട്ടാണ് മാസ്ക് ചെയ്തു കൊടുത്തത്. അങ്ങനെ 10-25,000 മാസ്ക് ഞങ്ങളന്ന് ഞാനും എൻ്റെ 2 മക്കളും കൂടെ ചേർന്ന് എല്ലാവർക്കും, പോലീസുകാർക്കും ജനങ്ങൾക്കുമൊക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തു. ഒത്തിരി കവിതകൾ കയ്യിൽ ഉണ്ടായിരുന്നു, നേരത്തെ എഴുതിയതും പിന്നെ ആ കൊറോണ ടൈമിൽ എഴുതിയ കവിതകളുണ്ടായിരുന്നു. അപ്പം മക്കൾ എന്നോട് ചോദിക്കും, അമ്മ ഇതൊന്നും പ്രസിദ്ധീകരിക്കുന്നില്ലേ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് പത്രത്തിൽ ഒരു ആഡ് വന്നു, മത്സരത്തിന് കവിതകൾ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെൻ്റെ ഫ്രണ്ട് രേഖ എന്ന് പറയുന്ന ഫ്രണ്ടാണ് എനിക്ക് അയച്ചു തരുന്നത് വാട്സപ്പിൽ. ആ ആഡ് കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കവിത അയക്കുന്നത്. തെളിനീർ ഗ്രൂപ്പിലേക്ക്, തെളിനീർ ട്രസ്റ്റിൻ്റെ കവിതാ മത്സരത്തിലേക്കാണ് ആദ്യമായിട്ട് അയക്കുന്നത്. അങ്ങനെ അത് അവർ തിരഞ്ഞെടുത്തു. എനിക്കതിൽ സമ്മാനം കിട്ടി. പ്രൊഫസർ രമ ടീച്ചറായിരുന്നു ആദ്യം എനിക്ക് അതിന് അവാർഡ് തന്നത്. പിന്നെ അങ്ങനെ പിന്നീട് ഒത്തിരി മത്സരങ്ങളിലേക്ക് പങ്കെടുക്കാൻ ആരംഭിച്ചു. അങ്ങനെ തെളിനീർ ട്രസ്റ്റിലൂടെ എൻ്റെ കവിതകൾ പുറം ലോകം കാണാൻ തുടങ്ങി. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തു. അവിടെ ഇരിക്കുമ്പോൾ ഷിബു സൈരന്ദ്രി അതിൻ്റെ ചെയർമാൻ പറഞ്ഞു, ഇതെല്ലാം ഒരു പുസ്തകമാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മൺകട്ടകളുടെ വികൃതികൾ എന്ന കവിതാ സമാഹാരം പുറത്തിറങ്ങിയത്. മൺകട്ടകളുടെ വികൃതികൾ എന്ന പേര് കൊടുക്കുന്നത് തന്നെ എൻ്റെ കവിതകളിൽ എല്ലാം പ്രകൃതിയെക്കുറിച്ചുള്ളതായിരുന്നു. ധാരാളവും പ്രകൃതിയെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും മാത്രമുള്ളതായിരുന്നു. ഇന്നത്തെ സമൂഹത്തിലെ ദുരവസ്ഥകളെക്കുറിച്ചുമാണ് ഞാൻ ആ കവിതകളിൽ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് എൻ്റെ കവിതാ സമാഹാരത്തിന് മൺകട്ടകളുടെ വികൃതികൾ എന്ന് കൊടുത്തത്.
കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ബ്രദറിൻ്റെ ഒരു കവിത മാഗസീനിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോയി. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആകാശഗംഗ തീരത്തിരുന്നു ഞാൻ 1000 കാവ്യങ്ങൾ ആലപിച്ചു എന്ന് തുടങ്ങുന്ന ഒരു കവിതയായിരുന്നു. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനത് മാഗസിനിലേക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുപോയി. കരഞ്ഞൊഴിഞ്ഞേ പോയൊരു കർക്കടകം, കരകവിഞ്ഞൊഴുകിയൊരു കർക്കടകം, കരഞ്ഞൊഴിഞ്ഞേ പോയൊരു കർക്കടകം, കരകവിഞ്ഞൊഴുകിയൊരു കർക്കടകം, കാത്തുവെച്ച നിധിയെല്ലാം കവർന്നേ പോ, പാത്തു വന്നു കള്ളനെ പോൽ കൊണ്ടേ പോ. കവിതകൾ വിഷയമായി വരാറുള്ളത് എൻ്റെ കവിതകളിൽ കൂടുതലും പ്രകൃതിയാണ്. കുഞ്ഞിലെ ഞാൻ ചെമ്പരത്തിയെക്കുറിച്ച് എഴുതാറുണ്ട്, മുല്ല, പൂമ്പാറ്റ, ഇങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ 4 വരി കവിതകളൊക്കെ അതിനെക്കുറിച്ച് ഞാൻ എഴുതുകയുള്ളൂ. പിന്നീട് വളർന്നു വന്നപ്പോൾ എനിക്ക് പ്രകൃതി ഭയങ്കര ഇഷ്ടമാണ്. മരങ്ങളും പൂക്കളും ചെടികളും പൂച്ച, പട്ടി, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ നമ്മുടെ പ്രകൃതി സമ്പത്തായ കാര്യങ്ങളൊക്കെ അതൊക്കെ വെച്ച് നശിപ്പിക്കുന്നത് കാണുമ്പോൾ വളരെയധികം വിഷമങ്ങളും തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ കവിതകളിൽ അതെല്ലാം വിഷയമായി വന്നത്. കാത്തുവെച്ച നിധിയെല്ലാം കവർന്നേ പോ, പാത്തു വന്നു കള്ളനെ പോൽ കൊണ്ടേ പോ, ചിരി തൂകി എത്തിയല്ലോ ചിങ്ങമാസം, ചിറകടിച്ചു പറന്നെത്തി ചിങ്ങമാസം, ചിരി തൂകി എത്തിയല്ലോ ചിങ്ങമാസം, ചിറകടിച്ചു പറന്നെത്തി ചിങ്ങമാസം, കാണം വിറ്റോണമുണ്ണണമെന്ന്. ഞാൻ ആദ്യം എഴുതി തുടങ്ങുമ്പോൾ എനിക്ക് വൃത്തത്തിലൊന്നും അല്ല ഞാൻ എഴുതുന്നത്. സാധാരണ ഗദ്യ കവിതകളാണ് കൂടുതലും എഴുതാറുള്ളത്. പദ്യ കവിതകളൊക്കെ ഈ ഇടയ്ക്കാണ് ഞാൻ എഴുതി തുടങ്ങിയത്. ഗദ്യ കവിത എഴുതുമ്പോൾ വിഷയം ധാരാളം കടന്നു വരാറുണ്ട്. പക്ഷേ പദ്യ കവിതകളാക്കുമ്പോൾ അതിന് നമുക്ക് ചുരുങ്ങിയ വരികളിൽ ഒതുക്കേണ്ടി വരുന്നു. കവിതകൾക്ക് ധാരാളം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓണക്കവിതകൾക്കും ക്രിസ്മസ് കവിതകൾക്കും ഒക്കെ എഴുതി ഞാൻ മത്സരത്തിന് പങ്കെടുക്കാറുണ്ട്. അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കലാനിധി പുരസ്കാരം, ഫ്രീഡം 50യുടെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് മുമ്പ്. തെളിനീർ ട്രസ്റ്റിൻ്റെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. OV വിജയൻ്റെ കഥാമത്സരത്തിൽ പങ്കെടുത്തതിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചെറുപ്പം മുതലേ അച്ഛനും അമ്മയും നല്ല കൃഷിക്കാരായിരുന്നു. അമ്മ നല്ലപോലെ പാചകം ചെയ്യും. അപ്പോൾ വീട്ടിലെ പച്ചക്കറി തന്നെ വേണം എന്നൊരു നിർബന്ധം അമ്മയ്ക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, ശരിക്കും കന്നുകാലികളും ഉള്ള വീടായിരുന്നു ഞങ്ങളുടേത്. അച്ഛനും അമ്മയും കൂടെ പച്ചക്കറിയൊക്കെ നടുന്നതും അതിന് വെള്ളം ഒഴിക്കുന്നതൊക്കെ കണ്ടാണ് ഞങ്ങൾ വളർന്നത്. അങ്ങനെ ഞാനും ക്വാർട്ടേഴ്സിലായിരുന്നു. 2001 മുതൽ തിരുവനന്തപുരം വികാസം പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. അപ്പോൾ എനിക്ക് മോളുണ്ടായിരുന്നു. മോൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ പച്ചക്കറി ഉണ്ടാക്കി തുടങ്ങി. കാരണം വിഷമില്ലാത്ത പച്ചക്കറി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആണ് ആദ്യമായിട്ട് കൃഷി തുടങ്ങുന്നത് തന്നെ. അവിടെ കുറച്ച് സ്ഥലമുണ്ട്, അതെല്ലാം പുല്ല് പിടിച്ച് നശിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു. അപ്പോൾ അവർക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെയാണ് ചെടിച്ചട്ടികളൊക്കെ വാങ്ങി പച്ചക്കറി നടാൻ തുടങ്ങി. അങ്ങനെ അവിടെ വെച്ച് ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട്, കോളിഫ്ലവർ, ബീൻസ് ഇതെല്ലാം കൃഷി ചെയ്തു. അവിടെ കൃഷി ചെയ്യുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സും ഒക്കെ കാണുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ടാവുമെന്ന്. അവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെ ധാരാളം പച്ചക്കറികൾ അവിടെ നട്ടു. അപ്പോൾ ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരിക്കൽ ഓണത്തിന് 2017 മികച്ച കർഷക എന്നുള്ള ഒരു പുരസ്കാരം എനിക്ക് സഖാവ് അച്യുതാനന്ദൻ തന്നത്. ഞങ്ങൾ വൃദ്ധസദനങ്ങൾ സന്ദർശിക്കാറുണ്ടായിരുന്നു. ശ്രീകാര്യത്തുള്ള ഒരു വൃദ്ധസദനത്തിൽ ഞങ്ങൾ ഇടയ്ക്ക് പോകുമായിരുന്നു. അല്ലാതെ ഇടയ്ക്ക് വഴിയോരങ്ങളിലുള്ള ആളുകൾക്ക് ഫുഡൊക്കെ വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ ഓഖി സമയത്തും പ്രളയ സമയത്തും കൊറോണ സമയത്തും ധാരാളം
ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വൃദ്ധസദനങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ അച്ഛനമ്മമാരെ കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നിയിട്ടുണ്ട്. മാതാപിതാക്കളെ കൊണ്ടുവന്ന് മക്കളുണ്ടായിട്ടും അവരെ ഉപേക്ഷിക്കുന്ന അത് കാണുമ്പോൾ വളരെയധികം ദുഃഖം തോന്നിയിട്ടുണ്ട്. ഞാൻ അവിടെ ഒരു സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്റർ ഇവരൊക്കെ എങ്ങനെ എത്തിയെന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് സിസ്റ്റർ പറഞ്ഞത്, തെരുവിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണ് മക്കൾ, പോലീസുകാരാണ് അവരെയൊക്കെ അവിടെ എത്തിച്ചതെന്നും പറഞ്ഞു. അത് കണ്ടപ്പോൾ വളരെയധികം ദുഃഖം തോന്നി. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ചും ഞാൻ കവിത എഴുതിയിട്ടുണ്ട്. കൂടുതലും ക്രാഫ്റ്റിൻ്റെ മേഖല എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. കാരണം നമുക്ക് നമ്മുടെ കയ്യിൽ എന്ത് കിട്ടുന്നോ, വേസ്റ്റ് മെറ്റീരിയൽ കിട്ടുന്നോ, അത് വെച്ച് നമുക്ക് പല വസ്തുക്കളാക്കാം. ഈ ലോകത്ത് ഒന്നും പാഴല്ല എന്ന് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ക്രാഫ്റ്റ് പഠിച്ചിട്ടില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. മനസ്സിന് തോന്നും, ഈ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ഇങ്ങനെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും എന്ന് തോന്നിയിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ മീനിൻ്റെ മുള്ള്, ഞണ്ടിൻ്റെ തോട്, ഇതൊക്കെ എനിക്ക് അതിൽ വെച്ചിട്ട് എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മുടെ കണവ, കൂന്തൽ എന്ന് പറയും ചില സ്ഥലത്ത്, കൂന്തലിൻ്റെയൊക്കെ അതിനകത്തുള്ള നാക്ക് എടുക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ തോന്നാറുണ്ട്, ഇത് ഒരു തരം പുല്ല് പോലെയല്ലേ നിൽക്കുന്നത് എന്ന് തോന്നാറുണ്ട്. അപ്പോൾ അതിനെ ഉണക്കിയിട്ട് ഞാനത് പെയിൻറ്റ് ചെയ്ത്, പച്ച കളർ പെയിൻറ്റ് ചെയ്തിട്ട് ഞാനങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഞണ്ടിൻ്റെ കാല് കാണുമ്പോൾ തോന്നും എന്തോ മരത്തിൻ്റെ ശാഖ പോലെ, ചെടിയുടെ കൊമ്പ് പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെയാണ് അതൊക്കെ വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്നത്. എനിക്ക് കഥ സമാഹാരം ഇറക്കണമെന്നുണ്ട്. ഒരു നോവലും കുറച്ച് എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ. സമയം കിട്ടാറില്ല. എങ്കിലും കുറച്ച് പരിപാടികളൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ കവിത വളരെ താല്പര്യത്തോടെ നിൽക്കുകയാണ്. കവിതയിലാണ് കൂടുതലും നിൽക്കുന്നത്. ധാരാളം കവിത എഴുതണം. കാരണം ആരോടും രോഷം കൊള്ളാനും കഴിയില്ല. സമൂഹത്തിൽ എന്തെങ്കിലും തെറ്റ് കാണിച്ചാലും ഇല്ല. അപ്പോൾ നമുക്ക് എഴുത്തിലൂടെ മാത്രമേ അത് തുറന്നു കാണിക്കാൻ കഴിയുള്ളൂ. അതുപോലെ നമ്മുടെ പ്രകൃതി സമ്പത്തുകളെ സംരക്ഷിക്കാനും എൻ്റെ കവിതകൾ പ്രചോദനമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു.